ബിഗ് ബോസ് മലയാളം സീസൺ 6 ലൈവ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ എന്തായാലും ജബ്രി പൊട്ടിപ്പൊളിഞ്ഞ് പാളിസായിരിക്കുകയാണ്. ജാസ്മിനാണെങ്കിൽ അവിടെ കിടന്ന് പ്രാന്തിയുടെ പോലെ കിടന്ന് കരയാണ്. ഗബ്രി ആണെങ്കിൽ ഒന്നും മിണ്ടാണ്ട് താടിക്കും കൈയും കൊടുത്ത് രാവിലെ തുടങ്ങിയിരിക്കുവാണ്. ജാസ്മിൻ മോർണിംഗ് ആക്ടിവിറ്റിയിൽ ആദ്യം വന്നില്ല, ഡാൻസിൻ്റെ സമയത്തൊന്നും വന്നില്ല, വയ്യാന്ന് പറഞ്ഞ് അവിടെ കിടക്കുമായിരുന്നു. പുറത്തെ ലിവിങ് റൂമിലുള്ള ഒരു റൗണ്ട് ഷേപ്പിൽ വായൊക്കെ നിൽക്കണം അവിടെ കിടന്ന് ഉറങ്ങുമായിരുന്നു. അതിനുശേഷം ബിഗ് ബോസ് പറഞ്ഞു ക്യാപ്റ്റൻ എല്ലാവരുടെയും പങ്കാളിത്തം ഉറപ്പുവരുത്തി മോർണിംഗ് ആക്ടിവിറ്റി നടത്തുക എന്ന് പറഞ്ഞപ്പോൾ നമ്മുടെ ജിൻഡോ പോയി വിളിച്ച് കൊണ്ടുവന്ന് അങ്ങനെ മോർണിംഗ് ആക്ടിവിറ്റി നടത്തി. ഇവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നേ ഇല്ല. അപ്പോൾ ജാസ്മിൻ്റെ വിഷമം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ കാരണമാണോ ഗബ്രി ഇങ്ങനെ വിഷമിച്ചിരിക്കുന്നത് എന്നാണ് ജാസ്മിൻ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ ഓവർ തിങ്ക് ചെയ്ത് അവിടെ കിടന്ന് കരയുവാണ്. ഗബ്രി ആണെങ്കിൽ ആരോടൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ താടിക്കും കൈയും കൊടുത്ത് ഇരിക്കുകയാണ്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞ് ഇവർ ഫുഡൊന്നും കഴിച്ചില്ല, രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞിട്ട് ഗബ്രി ഇങ്ങനെ ജാസ്മിൻ്റെ അടുത്ത് വന്നിരുന്നു, പക്ഷെ ഒന്നും മിണ്ടിയൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സായി പറഞ്ഞു ജാസ്മിൻ മൈക്കിട്ടിട്ടില്ലല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ തന്നെ നമ്മുടെ ജിൻഡോ വന്നിട്ട് ജാസ്മിനെ മൈക്കിട്ട് സംസാരിക്കണം എന്ന് പറഞ്ഞു. ഞാൻ ഒന്നും മിണ്ടിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു മൈക്കിട്ടിട്ട് നീ സംസാരിക്കണം, ഞാൻ കണ്ടതാണ് നീ മിണ്ടിയിരുന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ ജാസ്മിൻ അവിടെ കിടന്ന് ഭയങ്കര ഒച്ചപ്പാട്, എനിക്ക് സൗകര്യമില്ല അങ്ങനെയൊക്കെ പറഞ്ഞു. അവസാനം ബിഗ് ബോസ് തന്നെ പറഞ്ഞു ജാസ്മിൻ മൈക്ക് ധരിക്കാമെന്ന്. എന്നിട്ടും ഒരു കൂസലില്ലാണ്ട് ജാസ്മിൻ അവിടെ തന്നെ കിടന്നുറങ്ങി. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിഗ് ബോസ് അനൗൺസ് ചെയ്തപ്പോൾ നമ്മുടെ ജിൻഡോ അവിടെ കിടന്ന് കൂവി, ധരിക്കടി മൈക്ക് ധരിക്കടി എന്നൊക്കെ പറഞ്ഞ് ജിൻഡോ അവിടെ കിടന്നു കൂടി. അപ്പോൾ ജാസ്മിൻ ഓൾറെഡി ഭയങ്കര ഇന്നലത്തെ ലാലേൻ്റെ എപ്പിസോഡിന് ശേഷം ഭയങ്കര ബ്രേക്ക് ഡൗൺ ആയിട്ട് ഇരിക്കുമായിരുന്നു. അങ്ങനെ ഈ ജിൻഡോ കിടന്ന് കൂവണതും കൂടി കേട്ടപ്പോൾ ജാസ്മിൻ്റെ കൺട്രോൾ വിട്ടിട്ട് അവിടെ കിടന്ന് അലറി വിളിക്കുകയാണ്, ഇപ്പം എല്ലാവർക്കും സമാധാനമായില്ലേ, നിങ്ങൾക്കൊക്കെ തൃപ്തിയായില്ലേ, എൻ്റെ അടുത്ത് ആരും വരണ്ട എന്നൊക്കെ പറഞ്ഞ് ജാസ്മിൻ അവിടെ കിടന്ന് ഭയങ്കര കരച്ചിൽ. അവസാനം ബിഗ് ബോസ് തന്നെ ജാസ്മിനോട് കൺഫെഷൻ റൂമിലേക്ക് വരാനായിട്ട് ആവശ്യപ്പെട്ടു. അപ്പോൾ ജാസ്മിൻ അവിടെ കിടന്ന് പറയുന്നത് ഞാൻ കൺഫെഷൻ റൂമിലേക്ക് പോവില്ല, നിങ്ങളൊക്കെ എൻ്റെ അടുത്തുനിന്ന് എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ഞാൻ ക്വിറ്റ് ചെയ്യാണ്, എനിക്ക് വീട്ടിൽ പോകണം എന്ന് പറഞ്ഞ് ജാസ്മിൻ അവിടെ ഭയങ്കര കരച്ചിലായിരുന്നു. എന്നിട്ട് കുറച്ച് സമയത്തിന് ശേഷം ബിഗ് ബോസ് വീണ്ടും അനൗൺസ് ചെയ്തു അപ്സരയോടും റസ്മിനോടും ജാസ്മിനെ കൂട്ടി കൺഫെഷൻ റൂമിലേക്ക് വരാനായിട്ട് പറഞ്ഞു. അങ്ങനെ ബിഗ് ബോസ് വിളിച്ചിട്ട് അവസാനം ജാസ്മിനെ കൊണ്ട് ഇവര് കൺഫെഷൻ റൂമിലേക്ക് പോയി. കൺഫെഷൻ റൂമിൽ എത്തിക്കഴിഞ്ഞപ്പോൾ ജാസ്മിനോട് ബിഗ് ബോസ് പറഞ്ഞു എനിക്ക് എന്താണ് ഇതിന് മാത്രം സങ്കടപ്പെടാനായിട്ട് ഇവിടെ എന്താണ് ഉണ്ടായതെന്ന് ചോദിച്ചു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു എനിക്ക് പറ്റുന്നില്ല, ഞാൻ ഈ ഷോയ്ക്ക് ചേർന്ന ആളല്ല, എനിക്കിനി ഷോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല, എനിക്ക് ഇങ്ങനെ ഇവിടെ പറ്റുന്നില്ല, എനിക്ക് വീട്ടിൽ പോകണമെന്ന് ബിഗ് ബോസിനോട് പറഞ്ഞു. അപ്പോൾ ബിഗ് ബോസ് സാധാരണ പോലെ ആശ്വസിപ്പിക്കണ പോലെയൊക്കെ ചെയ്തു. അപ്പോൾ അവിടെ അപ്സരയും റസ്മിനും ഉണ്ടായിരുന്നു. അതിനുശേഷം അപ്സര ഇങ്ങനെ ബിഗ് ബോസിനോട് പറഞ്ഞു ഇവളിങ്ങനെ പുറത്ത് എല്ലാവരുടെ കൂടെ ഇരിക്കുമ്പോൾ കംഫർട്ടബിൾ അല്ല, അതുകൊണ്ട് അവളെ ഒരു ദിവസത്തെങ്കിലും ഇവിടെ നിന്നൊന്ന് മാറ്റി നിർത്താമോ എന്ന് ചോദിച്ചു. അപ്പോൾ ബിഗ് ബോസ് അത് പരിഗണിക്കാമെന്ന് പറഞ്ഞു. അതിനുശേഷം അപ്സരയോട് കുറച്ച് കഴിഞ്ഞപ്പോൾ ബിഗ് ബോസ് പോയിക്കോളാൻ പറഞ്ഞു. അപ്പോൾ റസ്മിനും ജാസ്മിനും മാത്രമായി കൺഫെഷൻ റൂമിൽ. അങ്ങനെ ബിഗ് ബോസ് പറഞ്ഞു, ബിഗ് ബോസ് ആശ്വസിപ്പിച്ചിട്ടൊക്കെ വിട്ടു. അപ്പോൾ ഈ സൈക്കോളജിസ്റ്റിനെ കാണിക്കേണ്ട കാര്യം ഒക്കെ പിന്നീട് അറിയിക്കാന്ന് പറഞ്ഞു. അപ്പോൾ തിരിച്ച് വീട്ടിലേ പോയിക്കോളാൻ പറഞ്ഞു. പക്ഷെ ഇവരെന്ത് ചെയ്ത പോകുന്നില്ല. അവസാനം നമ്മുടെ ജാസ്മിൻ അവിടെ കിടന്ന് ഉറങ്ങി. അപ്പോൾ റസ്മിനെയും കൂടെ വിളിച്ച് കിടത്തി ഉറക്കി. അവസാനം രണ്ടുപേരും കൂടി കൺഫെഷൻ റൂമിൽ ഇരുന്ന് നല്ല ഉറക്കം. അത് കഴിഞ്ഞ് പിന്നെ ബിഗ് ബോസിന് ഒരു രക്ഷയില്ല, കാരണം പുറത്താണെങ്കിൽ നമുക്ക് പട്ടിക്കൊരൊക്കെ കേൾപ്പിച്ച് എനിപ്പിക്കാമല്ലോ, ഇത് കൺഫെഷൻ റൂമായ കാരണം അതിന് പറ്റില്ല. അവസാനം ബിഗ് ബോസ് നട്ടം കെട്ടിട്ട് വീണ്ടും അനൗൺസ് ചെയ്തു ജാസ്മിൻ റസ്മിൻ നിങ്ങളിപ്പോൾ വീട്ടിലേക്ക് പോയിക്കോളൂ എന്ന് പറഞ്ഞ് അനൗൺസ് ചെയ്തു. അങ്ങനെ അതിനുശേഷം അവർ വീട്ടിലേക്ക് പോയി. അപ്പോൾ ഈ ജാസ്മിൻ കൺഫെഷൻ റൂമിൽ പോയ അതേ സമയത്ത് തന്നെ നമ്മുടെ ഗബ്രി ഒന്നും മിണ്ടാണ്ട് ആരോടൊന്നും മിണ്ടാണ്ട് ഇങ്ങനെ അവിടെ താടിക്കും കൈ കൊടുത്തിരിക്കുകയാണ്.
എന്നിട്ട് പിന്നെ പൂജ വന്ന് കോഫി ഇതൊക്കെ കൊടുക്കാൻ നോക്കി. പക്ഷെ അവനൊന്നും കഴിച്ചില്ല, ഒന്നും മിണ്ടുന്നില്ല. ആൾക്ക് കരയണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. കാരണം അവന് അവിടെ ഒരു കംഫർട്ടബിൾ സ്പേസ് ഉള്ളത് ആകെ ജാസ്മിൻ്റെ അടുത്ത്. അപ്പോൾ ജാസ്മിനും കൂടി മിണ്ടാണ്ടായപ്പോൾ അവൻ ശരിക്കും തകർന്നു പോയി. അങ്ങനെ അവസാനം അവനിങ്ങനെ എന്തോ തല കറങ്ങുന്ന പോലെ വന്നു. എന്നിട്ട് ബിഗ് ബോസ് മെഡിക്കൽ റൂമിലേക്ക് ചെല്ലാനായിട്ട് പറഞ്ഞു. അങ്ങനെ മെഡിക്കൽ റൂമിൽ പോയി BP കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തു. അപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ല. അപ്പോൾ സൈക്കോളജിസ്റ്റിനെ കാണണമെന്ന് പറഞ്ഞു. അപ്പോൾ അത് പിന്നീട് അറിയിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ ജബ്രി എന്തായാലും പൊട്ടിപ്പാളീസായിരിക്കുകയാണ്. രണ്ടാൾക്ക് ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിഞ്ഞൂടാ. അവരിപ്പോൾ ആ ഒരു കുരുക്കിൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് ഇവർ അതിൽ നിന്ന് പുറത്ത് വന്ന് ഇനി ഇങ്ങനെ ഗെയിം കളിക്കുമെന്നൊക്കെ നമുക്ക് കണ്ടറിയാം. അപ്പോൾ കൂടുതൽ ലൈവ് അപ്ഡേറ്റ്സ് ആയിട്ട് വീണ്ടും വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്.